എല്ലാവർക്കും നമസ്കാരം. ബേക്കി ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക്. അവിൽ മിൽക്ക് ഒരു പ്രാവശ്യം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അതേപോലെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അവിൽ മിൽക്ക്. നമ്മൾ പല കൂൾ ബാറുകളിലും പോയിട്ട് പല ടൈപ്പുള്ള അവിൽ മിൽക്കുകൾ കഴിച്ചിട്ടുണ്ടാവും. ഒരുപാട് വെറൈറ്റി അവിൽ മിൽക്കുകൾ ഇന്ന് നമുക്ക് കിട്ടാനുണ്ട്. നമുക്കിവിടെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും പൊരിയവിലാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ പൊരിയവിൽ എടുക്കുന്നില്ല. ഇതേപോലെ കുത്തവിലാണ് എടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ കുത്തവിലായി ഇഷ്ടമായതുകൊണ്ട് ഇത് എടുക്കാം നമുക്ക്. അപ്പോൾ ഈ അവിൽ നമ്മൾ ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒരു ക്രിപ്സി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അവിൽ മിൽക്കിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മൊരിയിച്ചെടുത്ത അവിലാണിത്. അതേപോലെ നമുക്ക് ഇനി വേണ്ടത് കുറച്ച് പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴം. പാളയംകോടൻ പഴം എന്നൊക്കെ പറയുന്ന പോലെ ഇതിപ്പോൾ പൂവമ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളത് കൊണ്ട് ഇത് എടുക്കുക. നല്ല പഴുത്ത പഴം വേണം നമ്മൾ അവിൽ മിൽക്കിനെ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റോ ബോൺവിറ്റയോ അതേപോലെ ഹോർലിക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഞാനിവിടെ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഒന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഒരു ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഏറ്റവും വലിയ വില്ലനാണ് ഇത് നിലക്കടല ഇല്ലാത്ത അവിൽ മിൽക്ക് നമ്മൾ എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല. നിലക്കടല നമുക്ക് ഇതേപോലെ വറുത്ത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചതാണ്. അതായത് തണുത്ത് പോകുമല്ലോ ഇടാനാവുമ്പോഴേക്കും. അപ്പോൾ ഈ നിലക്കടല ഉണ്ട്. അതേപോലെ ഇത് കട്ടയാക്കി ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള പാലാണ്. ഇത് കുറച്ച് വേണം. അതേപോലെ ഇത് നല്ല തണുത്ത പാല്. ഇങ്ങനെ 2 ടൈപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആണ് ഞാൻ അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് പൊളിച്ച പഴം ഒരു 4 പഴം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള പഞ്ചസാര, നമ്മളുടെ എത്ര മധുരമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചല്ലേ പഞ്ചസാരയൊക്കെ ചേർക്കുക. അപ്പം ഇതേപോലെ ഒരു സ്പൂണോ അതേപോലെ ചപ്പാത്തിയുടെ കോലോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉടയ്ക്കുന്ന ആ ഒരു മതില്ലേ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതേപോലെ ഉടയ്ക്കാം. പക്ഷെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അത് വല്ലാതെ അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ പഞ്ചസാര കൂടി ഇട്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉടയും. ഇതേപോലെ നമുക്ക് ഈ പഞ്ചസാരയും ചേർത്തിട്ട് ഇതേപോലെ ഉടച്ചെടുക്കാം. പഴവും പഞ്ചസാരയും കൂടെ ഇതേപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും നല്ല മധുരമുള്ള മുന്തിരി ഇടണം കേട്ടോ. പുളിയുള്ള മുന്തിരി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കട്ടപ്പാലില്ലേ, ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാല്, ഇതിൻ്റെ ഒരു പകുതി ഭാഗം, ഇത് 1/2 ലിറ്റർ പാലാണ്. ഇതിൻ്റെ ആ പകുതി ഭാഗം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കട്ടപ്പാലിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഹോർലിക്സോ ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് ഹോർലിക്സോ ബൂസ്റ്റോ ബോൺവിറ്റോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഈ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഞാനിവിടെ ഈ കട്ടപ്പാലും ബൂസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത പാല് ഈ സമയത്ത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അവരും ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഭംഗിയുള്ള 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ 2 ഗ്ലാസ്സിലേക്കും അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, പഴവും പഞ്ചസാരയും എല്ലാം കൂടെ, അത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ അതേപോലെ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിലിട്ടു. ഇനി ഇതിലേക്ക് നമ്മളുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം വരെ പാലൊഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ്സിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവിലില്ലേ, അവില് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഇതേപോലെ അവിലിട്ട് കൊടുത്തു. ഇനി അവിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നിലക്കടലയാണ് കേട്ടോ. നിലക്കടല ഇതേപോലെ മുകളിലിട്ടു. 2 ഗ്ലാസ്സിലും നിറച്ച് കൊടുത്തു. ഇനി കുറച്ച് നട്ട്സൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നട്ട്സ് ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതൊക്കെ ഇട്ടാലേ ഒരു സ്പെഷ്യൽ ആവുമെന്ന് മാത്രം. ഇതേപോലെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മിക്സ് കൂടെ ഇതിൻ്റെ മുകളിൽ നിറച്ച് കൊടുക്കാം. വീണ്ടും പാലൊഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് അവിൽ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതാണ്, ഇതേപോലെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്കായിട്ട് കുറച്ച് ഇതേപോലെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിനെ നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നട്ട്സൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ചുറ്റിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറി, ഇതേപോലെ ഒരു ചെറി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയുള്ള ഈസി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു അവിൽ മിൽക്കാണ് കേട്ടോ ഇത്.